അദ്ദേഹം നോക്കൂ, ഞാൻ ചോദിച്ച ഒരു ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താ, കോൺഗ്രസ് വീണ്ടും പറയുന്നതിനെ വീണ്ടും ആവർത്തിക്കാം. ഞാൻ പറയുന്നു കോൺഗ്രസ് വളരെ പ്രൊയാക്റ്റീവായിട്ട് സ്റ്റെപ്പ് എടുത്തു, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഐക്യത്തിന് സന്ദേശം കൊടുത്തു. എന്തേ ആ സന്ദേശം കൊടുക്കാൻ ബി ജെ പി കഴിയാതെ പോകുന്നു? ബി ജെ പിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ജാതിയല്ല മതമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. ഒന്ന് മുംബൈ ആക്രമണത്തെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ, ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. മുംബൈ ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. മുംബൈ ആക്രമണത്തിന്റെ സമയത്ത് തന്നെ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടുകയും അവിടെ ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. അതിന് തൊട്ടുമ്പോഴുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, ബി ജെ പി ഭരിക്കുമ്പോഴല്ലേ പാർലമെന്റ് ആക്രമണം നടന്നത്? എന്ത് സംഭവിച്ചു? രാജ്യത്തിന്റെ കരസേനയെ മുഴുവൻ അതിർത്തിയിലേക്ക് എത്തിച്ചു നിർത്തി. എന്തെങ്കിലും നടപടി ഉണ്ടായോ? പാർലമെന്റ് ആക്രമണം ഉണ്ടായി. അതിനു മുമ്പ് എന്താ ഉണ്ടായത്? ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കാന്ദഹാറിലേക്ക് തട്ടിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത മസൂദ് അസർ ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ ബി ജെ പി വിട്ടയച്ചു. ബി ജെ പി ഗവൺമെന്റ് തളികയിൽ കൊണ്ടുപോയി കൊടുത്തു. ഓർമ്മയില്ലേ? ആ മസൂദ് അസറാണ് ഇന്നും ഇന്ത്യയെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? തുടർന്നുള്ള എല്ലാ അക്രമങ്ങളുടെയും ഉത്തരവാദി ആരാ? മസൂദ് അസർ. ആരാ വിട്ടയച്ചത്? ബി ജെ പി അല്ലേ വിട്ടയച്ചത്? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെ തീവ്രവാദത്തിനെതിരെ ഗിരിപ്രഭാഷണം നടത്താൻ ബി ജെ പിക്ക് എന്ത് അർഹതയാവുള്ളത്? നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് മുഴുവൻ ഫെയിലർ ആയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇന്റലിജൻസ് ഫെയിലർ ആണോ? ഇപ്പൊ തന്നെ അവതാരകർ ചോദ്യം ചോദിച്ചല്ലോ, ഇതിന്റെ ഇന്റലിജൻസ് പരാജയമുണ്ടോ, എങ്ങനെ തീവ്രവാദികൾ അകത്തു വന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി പരിശോധിക്കേണ്ട കാര്യം, വരേണ്ട കാര്യമാണ്. ഇതാ പറയുന്നത്, അമിത്ഷാ ഒരു പരാജയമാണ്. അമിത്ഷായുടെ മൂക്കിന് താഴെയാണ് ഡൽഹിയിൽ 2020 കലാപം നടന്നത്. നിയന്ത്രിക്കാൻ പറ്റിയില്ല. മണിപ്പൂർ ഇന്നും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അമിത്ഷായുടെ കനത്ത പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളെന്ന് വിളിക്കാണ്. ചൂണ്ടിക്കാണിക്കുന്നവരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാണ്.